ഉസ്താദെ, 2027 കിയാമത്ത് നാള് അന്ത്യനാളാണോ? ഈ ലോകത്തിന്റെ അവസാനമാണോ? ശാസ്ത്രലോകത്തെ പല പ്രമുഖരും പ്രവചിച്ചു കഴിഞ്ഞല്ലോ 2027 അന്ത്യനാളെന്ന്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഞാനിത് പറഞ്ഞു തരാന് അള്ളാഹുവിന്റെ റസൂലോ അല്ലെങ്കിൽ അള്ളാഹിന്റെ അടുത്ത ദാസനോ എന്നല്ല. ആ ഡേറ്റ് ആർക്കും അറിയില്ല. പക്ഷേ ആ ഡേറ്റിന് മുന്നോടിയായിട്ട് ഈ ലോകത്ത് നടക്കാൻ പോകുന്ന 10 വലിയ അടയാളങ്ങൾ പ്രവാചകൻ തങ്ങൾ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒന്നെന്നുള്ളത് വലിയൊരു പുകയാണ്, ദുഹാന്. ആകാശമൊട്ടാകെ, ഭൂമിയിൽ ഒന്നാകെ മനുഷ്യരെ ഭയപ്പെടുത്തുന്ന, ബേജാറാക്കുന്ന വലിയൊരു പുക. എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പരിശുദ്ധമായ ഖുർആനിലൂടെ പറയുന്നുണ്ട്. ഈ ഒരു ആയത്ത് സൂചിപ്പിക്കുന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ 2 അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഒരു വിഭാഗം പറയുന്നു പ്രവാചകങ്ങളുടെ കാലത്ത് മക്കയിലുണ്ടായ വലിയൊരു ക്ഷാമത്തെ കുറിച്ചിട്ടാണ് ഈ ആയത്തെ സൂചിപ്പിക്കുന്നത്. എങ്കിലും മെജോറിറ്റി ഓഫ് സ്കോളേഴ്സ്, കൂടുതൽ ഭൂരിപക്ഷ പണ്ഡിതന്മാരും പറയുന്നത് ഈ ആയത്ത് സൂചിപ്പിക്കുന്നത് ഖിയാമത്ത് നാളിന് മുന്നോടിയായിട്ടുണ്ടാവുന്ന വലിയ 10 അടയാളങ്ങളിൽ ഒന്നായ ഞാൻ ഈ സൂചിപ്പിച്ച ഈ ഒരു ദുഹാൻ, ഈ ഒരു വലിയ പുകയെ കുറിച്ചിട്ടാണെന്നാണ്. രണ്ടാമത്തത് ദജ്ജാലാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫിത്ന. ആദ്യ പുരുഷൻ ആദം നബി മുതൽ ഈ ലോകത്ത് ഇനി എത്ര കാലം ഏതൊക്കെ മനുഷ്യർ ജീവിച്ചോ അവരനുഭവിക്കുന്നതിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ ഫിത്ന ദജ്ജാലായിരിക്കും. ഒറ്റക്കണ്ണനായിരിക്കും. ഒറ്റക്കണ്ണേ ഉണ്ടാവുകയുള്ളൂ. കഫറ എന്ന് നെറ്റിയിൽ എഴുതപ്പെട്ടിട്ടുണ്ടാവും. പല അത്ഭുതങ്ങളും കാണിക്കും. മനുഷ്യരുടെ മുമ്പിൽ വന്നിട്ട് സ്വർഗവും നരകവും കാട്ടിത്തരും. പക്ഷേ അവന് കാണിക്കുന്ന സ്വർഗവും റിയാലിറ്റിയിൽ നരകവും, അവൻ കാണിക്കുന്ന നരകം റിയാലിറ്റിയിൽ സ്വർഗവുമായിരിക്കും. മൂന്നാമത്തത് ദാബത്തുൽ അർളാണ്. ഭൂമിയിൽ നിന്നുള്ളൊരു മൃഗം. മനുഷ്യരോട് തന്നെ സംസാരിക്കാൻ കഴിയുന്ന, ഭൂമിയിൽ നിന്ന് പുറപ്പെടുന്ന വലിയൊരു മൃഗം. 4, സൂര്യൻ പടിഞ്ഞാറിൽ നിന്ന് വിപരീതമായി ഉദിക്കപ്പെടും. അന്ന് തൗബയുടെ കവാടം റബ്ബ് മലർക്ക് കൊട്ടിയടക്കപ്പെടും. ചെയ്തു പോയ പാപങ്ങൾ ഖേദം പ്രകടിപ്പിച്ച് നാം ചെയ്യുന്ന തൗബ സൂര്യൻ പടിഞ്ഞാറിൽ നിന്ന് ഉദിച്ച മുതൽ പിന്നീട് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതല്ല. 5, ഈസ ബിനു മറിയം. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വാന ലോകത്ത് നിന്ന്, ആകാശ ലോകത്ത് നിന്ന് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫിത്ന എന്നറിയപ്പെടുന്ന ദജ്ജാലിനെ ഈസാ നബി വധിക്കുകയും ചെയ്യും. 6, യജൂജ് മഅജൂജ് എന്ന പേരുള്ള 2 വ്യക്തികളാണെന്നും പറയുന്നുണ്ട്, 2 സമൂഹമാണെന്നും പറയുന്നുണ്ട്. ഈ 2 വ്യക്തികൾ, കൂടുതൽ അഭിപ്രായം 2 വ്യക്തികളാണെന്നാണ്. ഈ 2 വ്യക്തികൾ ഈസാ നബിയുടെ കാലത്ത് പുറത്തു വരികയും ഭൂമിയിലൊട്ടാകെ വലിയ വലിയ ഫിത്നകൾ പരത്തുകയും അങ്ങനെ ഈസാ നബിയും വിശ്വാസികളും കൂടി ഒരു പ്രാർത്ഥന നടത്തുകയും അവരുടെ കഴുത്തിൽ ഒരു രോഗം പിടിപെടുകയും ആ ഒരു രോഗം കാരണത്താൽ അവർ നശിക്കുകയും അങ്ങനെ അവരുടെ ശരീരം കിളികൾ, പക്ഷികൾ വന്ന് കൊത്തി തിന്നുകയും അങ്ങനെ അതിനുശേഷം ഭൂമിയിൽ ഒരു മഴ പെയ്തിട്ട് ഭൂമിയെ തന്നെ ശുദ്ധിയാക്കുമെന്നും ഹദീസിൽ കാണപ്പെടുന്നു. 7ാമത്തതും 8ാമത്തതും 9ാമത്തതും 3 ഭൂമി ഇടിച്ചിലുകളാണ്. ഖസ്ഫ് എന്ന അറബിയിൽ പറയപ്പെടും. സാധാരണ നാം കാണുന്ന ഭൂകമ്പത്തേക്കാൾ അതിഭയാനകരമായ, പേടിപ്പെടുത്തുന്ന 3 ഭൂമി ഇടിച്ചിലുകൾ 3 സ്ഥലങ്ങളിലായിട്ടാണ് ഇത് നടക്കുക. ഒന്ന് കിഴക്കൻ ഭാഗത്തും, ഒന്ന് പടിഞ്ഞാറൻ ഭാഗത്തും, മറ്റൊന്ന് അറേബ്യൻ ഉപദ്വീപിലുമായിരിക്കും. 10, യമനിൽ നിന്നൊരു വലിയ തീ പുറപ്പെടും. ആ തീ കൂടി ലോകത്ത് പുറപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാ ജനങ്ങളെയും മഹ്ശറയിലേക്ക് റബ്ബ് ഒരുമിച്ച് കൂട്ടും. ഈ ഒരു 10 അടയാളങ്ങളാണ് വലിയ 10 അടയാളങ്ങൾ. അലാമാത്തുൽ കുബ്ര എന്ന് പറയും. അലാമാത്ത് സൂറുണ്ട്, ചെറിയ 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 അടയാളങ്ങൾ. അത് ഇന്ന് ഈ ലോകത്ത് കാണപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇമാം മഹദിയുടെ ആഗമനം എന്നുള്ളത് ചെറിയ അടയാളങ്ങളുടെ ഒടുക്കവും വലിയ അടയാളങ്ങളുടെ തുടക്കവുമാണ്. അലാമത്ത് സുഹറയുടെ അവസാനവും അലാമത്തുൽ കുബ്ര, നമ്മളിപ്പോൾ പറഞ്ഞ 10 അടയാളങ്ങളുടെ തുടക്കവുമാകുന്നു. അപ്പോൾ ഇതാണ് വലിയ വലിയ 10 അടയാളങ്ങൾ. ഈ 10 അടയാളങ്ങൾ സംഭവിച്ചാൽ മാത്രമേ ഈ ലോകം അവസാനിക്കുകയുള്ളൂ. അള്ളാഹു നമ്മുടെ ആക്കിബത്ത്, നമ്മുടെ മരണം, അന്ത്യാവസാനം നല്ല രീതിയിലാക്കി തരട്ടെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.